ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വ്ളോഗ്. ആഫ്റ്റർ കുറേ കാലത്തിന് ശേഷം എൻ്റെ നെക്സ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ആരും കാണാൻ മിസ് ഔട്ട് ചെയ്യരുത്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് മീൻസ് ഇത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ് ടൈറ്റിൽസ് എന്തായാലും ഞാൻ 5th വ്ളോഗ് മുതൽ സബ് ടൈറ്റിൽസ് കൊടുക്കാനും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു നെക്സ്റ്റ് വ്ളോഗ് വരുന്നത് ഒബ്വിയസ്ലി ഇത് കന്നഡ ലാംഗ്വേജിലായിരിക്കും. ബിക്കോസ് എൻ്റെ കുറേ ഫ്രണ്ട്സ് കന്നഡ ലാംഗ്വേജിൽ വ്ളോഗ് ഇടാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷുവറായിട്ട് ഞാൻ കന്നഡയിൽ വ്ളോഗ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് പാരൻറ്റിങ്. അപ്പോൾ എന്താണ് ടോക്സിക് പാരൻറ്റിങ്? കുറേ പാരൻസ് വിചാരിക്കുന്നുണ്ടാവും കുട്ടികളെ നമ്മൾ നുള്ളിപ്പറിക്കുക, മാന്തുക, അടിക്കുക, മാച്ചെടുത്ത് ഓടിക്കുക, ഇതെല്ലാം ചെയ്താലാണ് കുട്ടികൾ നല്ല രീതിക്ക് വളരുവാന്ന്. സ്പെഷ്യലി എനിക്ക് ഇന്ത്യൻ പാരൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടികൾ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഒരിക്കലും നിങ്ങളെ കണ്ടീഷൻസ് വെച്ചിട്ട് കുട്ടികളെ നമ്മൾ ഒരിക്കലും സ്നേഹിക്കാൻ നമ്മൾ അതായത് നിങ്ങൾ കണ്ടീഷണലി കുറച്ച് ലവ് നിങ്ങൾ പറയുന്നുണ്ട്, അതായത് ഇങ്ങനെ നടക്കണം, അങ്ങനെ നടക്കണം, ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങളോടുള്ള ഒരിക്കലും ഒരു സ്നേഹം വരില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട കുട്ടികളെ അടിക്കുക, പിച്ചുക, നുള്ളുക, മാന്തുക ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ നിങ്ങളോട് വന്നിട്ട് 100% ഹോണസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത കാര്യങ്ങൾ പറയുന്നു. ഒരിക്കലും നിങ്ങളുടെ അടുത്ത കാര്യങ്ങൾ പറയാൻ പോകുന്നില്ല. കുട്ടികളുടെ അടുത്ത് നിങ്ങൾ എത്ര തന്നെ കണ്ടീഷണൽ ലവ് വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ കുട്ടികൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമല്ലോ. അതേ സ്ഥാനത്ത് നിങ്ങളൊരു പാരൻറ്റിങ് എന്നുള്ളൊരു സ്റ്റേജിൽ നിങ്ങൾ കുട്ടികൾക്ക് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്നെങ്കിൽ ഓബ്വിയസ്ലി കുട്ടികൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ഫ്രണ്ടിനെ പോലെ ഒരു കാര്യം പോലും സോർട്ട് ഔട്ട് ചെയ്യാതെ ഞങ്ങളടുത്ത് കാര്യങ്ങൾ വന്ന് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എല്ലാ ഇന്ത്യൻ പാരൻസിൻ്റെ അടുത്തും പറയാനുള്ളതാണ്, കുട്ടികൾക്ക് നമ്മൾ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക. ഒരിക്കലും നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് കുട്ടികളെ സ്നേഹിക്കരുത്. മീൻസ് നീ അങ്ങനെ ചെയ്യണം, നീ ഇന്ന ആളെ തന്നെ നീ സ്നേഹിക്കണം, ഇന്ന റിലീജിയന് തന്നെ നീ സ്നേഹിക്കണം, ഇന്ന ആളുടെ കൂടെ തന്നെ നീ ഫ്രണ്ട്ഷിപ്പ് കൂടണം. അങ്ങനെ നിങ്ങൾ കണ്ടീഷണലി ലവ് വെച്ചിട്ട് കുട്ടികളെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാരൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് 100% ഹോണസ്റ്റ് ആയിരിക്കും. ഒരിക്കലും നിങ്ങളെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് ഓണസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നെക്സ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ പുറമെ ഇതൊന്നും അല്ലാത്ത അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെയുണ്ട്. ആ പാരൻസിനോടൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് പ്രൗഡ് ഫീൽ ഉണ്ട്. ആൻഡ് ഓൾസോ കൺഗ്രാജുലേഷൻസ്. പിന്നെ എനിക്ക് ഐ ആം സോ ലക്കി ടു ഹാവ് സോ മച്ച് അണ്ടർസ്റ്റാൻഡിങ് പാരൻസ്. എനിക്ക് അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ അച്ഛനായിക്കോട്ടെ, എൻ്റെ അമ്മയായിക്കോട്ടെ, ആരെന്നായിക്കോട്ടെ, അവരൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ലക്കിയാണെന്നും ഞാൻ പറയാം. അതേപോലെ എല്ലാ പാരൻസും അതാത് കുട്ടികളെ അവരവരുടെ കുട്ടികളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാൻ പഠിക്കണം. എന്നാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് കുട്ടികളടുന്ന് എല്ലാ ട്രൂത്തും എല്ലാ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളെ നല്ലതോ പൊട്ടയോ ഏതാന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അഡ്വൈസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം കുട്ടികൾ നിങ്ങളടുത്ത് വന്നിട്ട് കളവ് പറയും, നിങ്ങളത് വിശ്വസിക്കും. എന്നിട്ട് നിങ്ങൾ കുറച്ച് കണ്ടീഷണൽ ലവ് തിരിച്ച് വാരി എറിയുമ്പോൾ ഒരിക്കലും ആടെ സ്നേഹം കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ യു ആൻഡ് ടേക്ക് കെയർ ആൻഡ് മീറ്റ് യു അൻറ്റിൽ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.